ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഇത് കേൾക്കുന്ന സമയത്ത് പലർക്കും ഇതിലിപ്പോൾ എന്താണ് ഇത്ര നോക്കാനുള്ളത് എന്ന് വിചാരിക്കാം. പക്ഷേ പലരും റിലേഷൻഷിപ്പ് റീഡിങ്സ്, അതിൻ്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, അതിനെന്ത് ചെയ്യണം, അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വളരെ എൻതൂസിയാസ്റ്റിക് ആണ്, വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ വളരെ ഫോക്കസ്ഡ് ആണ്. റിലേഷൻഷിപ്പ് റീഡിങ്സ് കേൾക്കാനും ഒരുപാട് ആഗ്രഹമാണ് എല്ലാവർക്കും. അതെപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. കാരണം അവിടെ എന്താണെന്ന് വെച്ചാൽ മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ഫോക്കസ് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാര്യം സിമ്പിളാണല്ലോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ബോധത്തിൽ മറ്റൊരാളാണല്ലോ പ്രശ്നം. അവർ കറക്റ്റ് ചെയ്ത് വരട്ടെ എന്നുള്ളത് ആലോചിച്ചിരിക്കാൻ കുറച്ച് എളുപ്പമാണ്. പക്ഷേ ഈവൻ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ്, ഇതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ആക്ച്വലി എന്താണ്, കതിരെ കൊണ്ട് വളം വയ്ക്കുന്നത് പോലെയാണ്. ഈ കായ നന്നാവാൻ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? നമ്മളതിൻ്റെ വേരിലാണ് വളം കൊടുക്കേണ്ടത് ടു ഗെറ്റ് എ ഹെൽത്തി റിസൾട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ശരിയാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടിത്തറ, നിങ്ങളുടെ ഫൗണ്ടേഷൻ പ്രശ്നമോചിതമാക്കുക എന്നുള്ളതാണ്. ഒരാളുടെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ തന്നെ 2 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ഇമോഷൻസും അയാളുടെ ബുദ്ധിയും, അതായത് പ്രായോഗിക ബുദ്ധിയും വൈകാരിക ബുദ്ധിയും കൂടി ചേരുന്നതാണ് ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ, അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അവൻ്റെ ബിഹേവിയറിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ബിഹേവിയർ എന്തും നമുക്ക് ആക്കി മാറ്റാം. അത് ഫേക്ക് ചെയ്യാം, ട്രൂത്ത്ഫുൾ ആയിട്ടിരിക്കാം, അതെന്തുമാവാം. നമ്മൾ അടിസ്ഥാനപരമായ ആ ഒരു സ്വഭാവം, അവൻ്റെ ഉള്ളിലുള്ള തനതായ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾ കറക്ഷൻസ് നടത്തേണ്ടത്. ഒരു കുട്ടി ആയിട്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? അവൻ്റെ വീട്ടിൽ നിന്നാണ്. ആ വീട്ടിൽ തന്നെ അവൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് അവൻ്റെ അമ്മയാണ്. വിത്ത് വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ആ വിത്തിൻ്റെ വീര്യത്തെ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പം അത് അമ്മയിൽ നിന്ന് കണ്ടും കേട്ടും പഠിക്കുന്ന കാര്യങ്ങളും അമ്മയുമായുള്ള ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ നിന്ന് രൂപപ്പെടുന്ന അവൻ്റെ അടിസ്ഥാന സ്വഭാവവും. ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു മൈക്രോ മാനേജിങ് മദറിൽ നിന്ന് ഒരു കുട്ടിക്ക് ഇൻസെക്യൂരിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഇൻസെക്യൂരിറ്റീസ് ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് അട്രാക്റ്റ് ചെയ്യും? ഇൻസെക്യൂരിറ്റീസ് അട്രാക്റ്റ് ചെയ്യും. ഇൻസെക്യൂർ ആയ റിലേഷൻഷിപ്പ്, ഇൻസെക്യൂർ ആയ ജോബ്, ഇൻസെക്യൂർ ഫിനാൻസ്, ബേസിക്കലി ഇൻസെക്യൂർ ഫ്യൂച്ചർ. നിങ്ങൾക്കൊരു സമയവും സമാധാനം എന്ന് പറയുന്നതില്ല. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കില്ല. നമ്മളീ പറയുന്നത് പോലെ എയറിലായിരിക്കും എപ്പോഴും നിൽക്കുക. ത്രിശങ്കു എന്നൊക്കെ പറയാം. അവിടെയില്ല, ഇവിടെയില്ല, എവിടെയോ. അപ്പോൾ ഇതിൽ തിരിച്ചറിയേണ്ടത് ഫൗണ്ടേഷൻ ശക്തമാക്കുക എന്നുള്ളതാണ്. ഇനി ഇത് തിരിച്ചറിഞ്ഞാലോ, അമ്മയുമായിട്ടുള്ള ഈ ഒരു അറ്റാച്ച്മെൻറ്റ് എല്ലാവർക്കുമുണ്ട്. അമ്മയാണ് ഈ ലോകത്തിലൊരു കുട്ടിക്ക് ആദ്യം ബന്ധമുണ്ടാകുന്നൊരു വ്യക്തി തന്നെ. അമ്മയിൽ നിന്ന് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് പോലും ചിന്തിക്കില്ല. വേറെ എവിടേക്കോ പ്രശ്നപരിഹാരം തേടിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളെ നോക്കിയാൽ ഒരു പ്രായപരിധി വരെ അമ്മയാണ് അവരുടെ ലോകം. അവർക്ക് വേറെ ലോകമില്ല. എന്നാൽ ഇവർ സ്വന്തമായിട്ട് എര പിടിക്കാനായിട്ട് പ്രാപ്തരാകുന്ന സമയം തൊട്ട് അമ്മയിൽ നിന്ന് വേർപെടാൻ അവരും തയ്യാറാണ്, അമ്മയും തയ്യാറാണ്. കാരണം അതാണ് പ്രകൃതി നിയമം. ശേഷം ഒന്നിച്ചുണ്ടെങ്കിൽ എവിടെ എന്താ സംഭവിക്കുക? ശത്രുത ഉണ്ടാവുകയുള്ളൂ, വഴക്കുണ്ടാവുകയുള്ളൂ. എന്നാൽ മനുഷ്യരാണെങ്കിൽ എന്തോ, സത്യത്തിൽ ഒരു കുട്ടി തനിയെ ജീവിക്കാൻ ഒരു 12 വയസ്സ് തൊട്ട് 15 വയസ്സ്, മാക്സിമം ഒരു 18 എന്ന് പറയാം. നമ്മുടെ ഒരു പ്രായപരിധി മെച്യൂർ ആവുന്നു എന്നുള്ളതിന് 18 വയസ്സാണല്ലോ നമ്മൾ ലീഗലി പറയാം. 12 മുതൽ 18 വയസ്സ് വരെ ആ ഒരു സമയം കൊണ്ട് പ്രാപ്തനാണല്ലേ, പ്രാപ്തയാണ്. അവിടെ നിന്ന് അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവുന്നുണ്ട്.
എന്നാൽ സമൂഹം അതിനെ ഇന്നും ഫാമിലിയിൽ നിന്ന് എന്നുള്ള ഒരു ചട്ടക്കൂടിൽ തളച്ചിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിനെ അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണാലിറ്റി ഫ്ലറിഷ് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഡിലേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ വിലക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു 18 വയസ്സിന് ശേഷം ഒറ്റയ്ക്ക് ലോകത്തിനെ ഫേസ് ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തിയായ നിങ്ങളെ തളച്ചിടുന്നത് എങ്ങനെയാണ്? കൺട്രോളിങ്ങിലാണ്, പാരൻസിൻ്റെ കൺട്രോളിങ്ങിലാണ്. നിങ്ങൾ അങ്ങനെ തനിയെ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ലൈഫിൽ നിങ്ങളുടേതായ ചോയ്സ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാലേ തെറ്റ് നിങ്ങൾക്ക് സ്വയം തിരുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ നീ തെറ്റാണ്, നിൻ്റെ അത് ശരിയാണ് എന്ന് പല കാര്യങ്ങളിലും പറഞ്ഞ് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ളതിന് നിങ്ങൾ അന്വേഷിക്കുക എന്താണ്? പാരൻസിൻ്റെ വാലിഡേഷനാണ് അന്വേഷിക്കുക. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? അത് 30 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, ഞാൻ എടുത്ത ഈ തീരുമാനം ശരിയാണോ? അമ്മയോട് ചോദിക്കാം, അച്ഛനോട് ചോദിക്കാം. എന്തിനാണത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രാപ്തിയുണ്ട്. ആ പ്രാപ്തി കണ്ടില്ലെന്ന് നടിച്ചു വളർത്തുന്ന പാരൻസിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ ഫെയിലാവുക ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി അവിടെ ഉണ്ടാകുന്നില്ല. ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ലോകത്ത് അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി തെളിയിക്കുക? എങ്ങനെയാണ് അവൻ അവൻ്റെ ജീവിതം ജീവിക്കുക? അവൻ വേറൊരാളുടെ സ്വപ്നങ്ങളും വേറൊരാളുടെ കമാൻഡ്സും അല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സക്സസ് അവനെങ്ങനെയാണ് കണ്ടെത്തുക? അവനെങ്ങനെയാണ് ആ സക്സസ്സിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കുക? എസ്പെഷ്യലി റിലേഷൻഷിപ്സിൽ, ഫിനാൻസിൽ, കരിയർ സക്സസ്സിൽ, എല്ലാത്തിലും അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി തെളിയിക്കാൻ അവന് പറ്റുന്നില്ല. ഇതിനെ നമ്മൾ കാർമിക് കണക്ഷൻ എന്നൊക്കെ പേരിട്ട് പറയും. അമ്മ കാർമിക്കാണ് എന്നൊക്കെ പറയും. എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്നൊരു കാര്യമല്ല. എല്ലാ പാരൻസും ഇങ്ങനെയാണ് എന്നല്ല. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ജീവിതത്തിലൊരു പാറ്റേൺ റിപ്പീറ്റഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസസ് കൂടുതലാണ് ഇങ്ങനെയുള്ള ഒരു പാരൻ്റ് റിലേഷൻ ഉണ്ടാവാനുള്ളത്. അതല്ലാതെ എല്ലാ വ്യക്തികളും നാർസിസ്റ്റിക് പാരൻസോ എല്ലാ പാരൻസും കൺട്രോളിങ് പാരൻസും ഒന്നുമല്ല. സോ ഈ ഒരു കാർമിക് പാരൻറ്റിങ്ങിലൂടെ നിങ്ങൾ നടന്ന് നീങ്ങുന്നുണ്ടെങ്കിൽ ജീവിതത്തിലൊരു ലേറ്റർ സക്സസ്സേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് വ്യക്തമായ കാര്യമാണ്. നിങ്ങളിത് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടും അവെയർനെസ് ഉണ്ടായി കഴിഞ്ഞിട്ടും അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തിയതിന് ശേഷം അതിലേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളായി ഒന്ന് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നിന്നാണ് നിങ്ങളുടെ പ്രോഗ്രസ് ഉണ്ടാവുന്നത്, നിങ്ങളുടെ സക്സസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടൈം ലൈൻ പലപ്പോഴും പലരുടെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കമ്പയർ ചെയ്യരുതെന്ന് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും സെൽഫ് അവെയർനെസ് ഉണ്ടാവുന്നത് പല പ്രായത്തിലാണ്. അത് അവരുടെ കർമ്മങ്ങളെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. അത് ചെറിയ പ്രായം തൊട്ട് 50 വയസ്സ് 60 വയസ്സിൽ പോലും ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് 70 വയസ്സിൽ ജീവിതത്തിൽ സക്സസ് നേടുന്നവരുണ്ട്. അപ്പോൾ ആ ലേറ്റർ റിയലൈസേഷൻ ഇതെല്ലാം ഒരു ടൈമിംഗ് ആണ്. അതായത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു സമയമാണ്. പല സമയങ്ങളുണ്ട് സെൽഫ് അവെയർനെസ്സിന് സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് തിരിച്ചറിയാതെ പോയതാണ്, ഓപ്പർച്യൂണിറ്റി മിസ്സായി നമ്മൾ പറയും. കാര്യം യൂണിവേഴ്സായിട്ട് ഫേവറബിൾ ആക്കി തന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ഭാഗ്യം അവിടെ ഉണ്ടായില്ല. ഈ ഭാഗ്യം എവിടെ നിന്നാണ് വരുന്നത്? നമ്മളുടെ പല റീഡിങ്ങുകളിലും പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങളുടെ ഭാഗ്യത്തിനെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള പോസിറ്റീവ് എഫേർട്സ് തന്നെയാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു എഫേർട്ടും ഇല്ലാതെ ഭാഗ്യമായി കാണുന്നത്. അത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ സോൾ എടുത്തിട്ടുള്ള എഫേർട്ടിൻ്റെ റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ആ റിസൾട്ടിൻ്റെ കുറവ് നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? ഭാഗ്യം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയിൽ നിന്നുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാം ഇൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വേ ഏതാണെന്നുള്ളത് നമുക്ക് റീഡിംഗ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ തരാം. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഡെക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, ഇൻറ്റ്യൂട്ടീവ്ലി ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെക്സ് ചൂസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് ഡെക്ക് നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഡെക്ക് നമ്പർ 2.
അപ്പോൾ നമുക്ക് ഡെക്ക് നമ്പർ 1 സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ കാണാത്ത വ്യക്തികളാണെങ്കിൽ ദയവേത് നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ മുഴുവനായി തന്നെ കാണുക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അവെയർനെസ്സിന് വേണ്ടിയിട്ട് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത്. കിങ് ഓഫ് സ്വോർഡ്സ്, 7 ഓഫ് സ്വോർഡ്സ്, 9 ഓഫ് കപ്സ്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ്, ദ ഹൈ പ്രീസ്റ്റസ്, ദ എംപ്രസ് എനർജി. നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ 1 റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവരാണ് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ അമ്മയുടെ എനർജി നൽകുന്നുണ്ട്. നിങ്ങളൊരു ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് ഉയരാനുള്ള വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ശക്തമാക്കേണ്ടവരാണ്. സ്ട്രോങ് വീനസ് എനർജി ഉള്ളവരാണ്. വിഷ് ഫുൾഫിൽമെൻറ്റ്സ് എല്ലാം അച്ചീവ് ചെയ്യാൻ പോകുന്നവരാണ്. അബൻഡൻസ് അട്രാക്റ്റ് ചെയ്യുന്നവരുമാണ്. നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതുമാണ്. പക്ഷെ ഒരു അടിച്ചമർത്തൽ ഇവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ വളരെ യങ് ഏജിൽ തന്നെ വളരെ മെച്യൂറായ ഒരു വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ മെച്യൂരിറ്റി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സക്സസ് നേടാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തൊരു ഗുണം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒറിജിനൽ ഐഡിയാസിൽ നിന്നും നിങ്ങളെപ്പോഴും ഒളിച്ചോടേണ്ട അവസ്ഥ, നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം രഹസ്യമാക്കി വെക്കേണ്ടതായിട്ടുള്ള അവസ്ഥ. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ കരിയർ ഫീൽഡായിരിക്കും ഇഷ്ടം, പക്ഷെ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും, ആ ഐഡിയ തുറന്നു പറയാൻ പറ്റുന്നില്ല. കാരണം ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അമ്മയുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു വാലിഡേഷന് വേണ്ടി നിങ്ങൾ എപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പകുതി ശ്രദ്ധ മാത്രമാണ് ആ ചെയ്യുന്നതിലുള്ളത്. ബാക്കി പകുതി എന്ന് പറയുന്നത് അമ്മ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും, അമ്മയുടെ എക്സ്പ്രഷൻ എന്താണ്, അമ്മയുടെ ഇമോഷൻ എന്താണ്. ബേസിക്കലി അമ്മയുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് അനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യു ആർ ഓൾവേസ് ബീൻ കൺട്രോൾഡ്. ഇത് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്കുള്ള മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിയില്ല. നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്, തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണ്, ഓൾസോ ക്രൗൺ ചക്ര ബ്ലോക്ക്ഡ് ആണ്. ഇത് മൂന്നുമാണ് സ്പിരിച്വൽ ചക്രാസ്. നിങ്ങൾക്ക് സ്പിരിച്വലി വളരെയധികം യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. യൂണിവേഴ്സുമായിട്ടെന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷനും ഇല്ല. നിങ്ങളുടെ സോള് നിങ്ങൾ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അമ്മയുടെ ഓർഡേഴ്സിനനുസരിച്ചിട്ടാണ്. ബിക്കോസ് അമ്മയ്ക്ക് വളരെ സ്നേഹമാണ്. അമ്മ ഒരു സേഫ് സ്പേസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സ്പേസിലൂടെ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാനാണ് താല്പര്യം, ജീവിച്ചു പോകാനുമാണ് താല്പര്യം. അതിനപ്പുറമുള്ളതൊന്നും നിങ്ങൾക്കറിയില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ, ഈ പറയുന്ന കാര്യത്തിലെല്ലാം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാനായിട്ടുള്ള ഒരു അവെയർനെസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇനിഷ്യൽ സ്റ്റേജ്. സോ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ്, നിങ്ങൾ ഏതൊരു സ്റ്റാൻഡാണ് ഈ ഒരു സമയം എടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. യെസ്, 7 ഓഫ് വാൻഡ്സ്. ഒരു പേഴ്സണൽ ബൗണ്ടറി വയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട ഇൻഡിവിജ്വൽ സ്പേസ് നിങ്ങൾ എടുക്കുക. അതേതൊരു വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു മാനിപ്പുലേഷനുള്ള സ്പേസ് കൊടുക്കാതെ ഒരു ബൗണ്ടറി, ഇതുപോലൊരു ബൗണ്ടറി സേഫായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇൻട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതല്ല.
ഇൻട്രാക്ഷൻസിൽ കൂടെ തന്നെ സേഫ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, സെൽഫ് ലവ്. ഈ എംപറർ എന്ന് പറയുമ്പോൾ പ്രായോഗിക ബുദ്ധിയാണ്. ഇവിടെ വൈകാരിക ബുദ്ധിയിൽ നിന്നും നിങ്ങൾ മാറി പ്രായോഗിക ബുദ്ധിയിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, ഡിവൈൻ ഫെമിനൈൻ എനർജിയിലാണ് നിങ്ങൾ വരേണ്ടത്. പക്ഷെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജിയിലാണ്. അതായത് ഇമോഷണലി ആണ് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിപ്പെൻഡ് ചെയ്യാനൊരു വ്യക്തി ഉണ്ടാവണം. അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആവുക, സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഈഗോ ഡെവലപ്പ് ചെയ്യുക. ഈഗോ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് എ ബാഡ് ഈഗോ, ഇറ്റ്സ് എ ഗുഡ് ഈഗോ. അതായത് വ്യക്തിത്വം എന്ന് പറയുന്നതിന് നമുക്ക് ഒരു ഈഗോ എന്ന് തന്നെ പറയാം. ഒരു ബേസിക് ലെവൽ ഓഫ് ഈഗോ നിങ്ങൾക്കില്ല. ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള ഒരു തോട്ട് ഇല്ലാതെ ഈ ഒരു ലോകത്തിൽ നിങ്ങൾക്ക് സക്സസ് നേടാൻ സാധിക്കില്ല. അപ്പം പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. പക്ഷേ ഈ ഒരു ഈഗോയുടെ അളവ് അഹംഭാവമായിട്ടും ഞാൻ എന്ന ഭാവമായിട്ടും മാറാതെയും ശ്രദ്ധിക്കുക. അതൊരു നാരോ ബോർഡർ ലൈനാണ്. അതായത് ബീയിങ് ഇൻ സെൽഫ് ലവ് ആൻഡ് ബീയിങ് സെൽഫിഷ് എന്ന് പറയുന്നത് പോലെ ഒരു നാരോ ബോർഡർ തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. വേറെ ആരെയും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു സമയം നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. തട്ടയിട്ട് കഴിഞ്ഞാൽ വേറൊന്നും കാണില്ല എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഇവിടെ കൊടുക്കുക. തട്ടം എഫക്റ്റ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളെ മാത്രം ഇപ്പം കണ്ടാൽ മതി, നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട. സോ നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, അതിലേക്ക് നിങ്ങളിപ്പോൾ ഒന്ന് ഫോക്കസ്ഡായി, ഒന്ന് ബാലൻസ്ഡായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വീണ്ടും മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാവുന്നൊരു സമയം വരും എന്നുള്ളതാണ്. ആൻഡ് വൺ മോർ കാർഡ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ലോസ്, പാർട്ട്ണർഷിപ്പ് ലോസ്, ഇതൊക്കെ ഒരു പാറ്റേണായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നു പോരുന്നുണ്ട് എങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾ ഈ എടുക്കുന്ന സ്റ്റെപ്പുകളിൽ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഇത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുക, നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് റെസനേറ്റഡ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുന്നതിന് മുൻപായിട്ട് ഇൻട്രോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഇൻട്രോ മുഴുവനായിട്ട് കാണുക. ഇത് നിങ്ങളുടെ സോൾ ഡെവലപ്മെൻറ്റിന്, നിങ്ങളുടെ ഒരു സെൽഫ് അവെയർനെസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ത്രൂ ഉണ്ടായ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്? 10 ഓഫ് സ്വോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 10 ഓഫ് wands. ഇവിടെ ഏസ് ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് വളരെയധികം ഒരു സ്നേഹമായിട്ടുള്ളൊരു ബന്ധമാണ് അമ്മയ്ക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മയോടുമുള്ളത്. എന്നാൽ ഇതിൽ എവിടേക്കും ഒരു കെയർ നിങ്ങൾക്ക് കിട്ടാതെ പോയതുപോലെ, ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് എവിടം കൊണ്ടോ ലഭിക്കാതെ പോയ ഒരു എനർജി
കാണുന്നുണ്ട്. ഒരു കമാൻഡിങ് എനർജി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ന് പറയുന്നത് അമ്മയുടെ എന്തോ ഒരു പ്രോപ്പർട്ടി ആണ് എന്ന് കണ്ട ഒരു എനർജി, അത് പറഞ്ഞു പറയാതെയും അങ്ങനെ ഇവിടെ മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരു എനർജി. ഈ സ്നേഹം ഓവറായി കഴിഞ്ഞാൽ അതൊരു പോസസീവ്നെസ്സിലേക്ക് പോകും, അതൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും, അതായത് ബാഡ് അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും. നമുക്ക് ബന്ധങ്ങൾ വളരെ സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും പാഷനേറ്റ് ആയിട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗുഡ് അറ്റാച്ച്മെൻറ്റ്സ് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അതിനെ നമ്മൾ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. പക്ഷേ ഇവിടെ ഒരു പൊസസീവ്നെസ് അറ്റാച്ച്മെൻ്റ് ആണ്. സോ ഇത് നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരുപാട് ഡിസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തിൻ്റെ മുന്നിൽ. വേണ്ടാത്ത എന്തൊക്കെയോ ഭാരങ്ങൾ നിങ്ങളുടെ ഷോൾഡറിൽ വന്നു പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അങ്ങോട്ട് പോയി ഭാരം തലയിൽ ചുമക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കവിടെ വെറുതെ ഇരുന്നാൽ മതിയായിരിക്കും, പക്ഷെ മറ്റൊരാൾ അയാളുടെ കഷ്ടപ്പാട് പറയുന്ന സമയത്ത് അത് കയറി ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർ എംപതിയാണ്. മറ്റൊരാളുടെ എല്ലാ പ്രശ്നങ്ങളും അത് കേൾക്കുന്ന നിങ്ങളുടെ എന്തോ ബാധ്യതയാണ് സോൾവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു കലീഗ്, അയാൾക്ക് വർക്ക് ഓവർലോഡാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോ പറയാൻ അറിയില്ല. അയാൾ നിങ്ങളോട് ചോദിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഇതൊന്ന് ചെയ്തു തരാമോ, ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ളത്. അയാളുടെ വിഷമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സമയമില്ല, എനിക്ക് അതുണ്ട് ഇതുണ്ട്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്, പക്ഷേ നിങ്ങൾ പറയാണ് ദാറ്റ്സ് ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം, ഞാൻ ചെയ്തു തരാം. കാരണം യു തിങ്ക് ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അതെങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് അയാളൊരു വിഷമം പറയുമ്പോൾ അത് എന്നോട് പറഞ്ഞത് ഞാൻ സോൾവ് ചെയ്യേണ്ടതുകൊണ്ടല്ലേ. നിങ്ങൾക്ക് എവിടെയാണ് ആ ബാധ്യതയുള്ളത്? ഹീ ഓർ ഷീ വാസ് ജസ്റ്റ് ഷെയറിങ് ദെയർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവരുടെ കടന്നു പോകുന്ന സാഹചര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടേ ഇല്ല ഇത് ചെയ്തു തരുമെന്നും പറഞ്ഞിട്ട്. അവർ പോലും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അവരിപ്പോൾ നിങ്ങൾ ഭയങ്കര വിശാല മനസ്സുള്ളവരായിട്ടൊക്കെ കാണും, പക്ഷെ ആക്ച്വലി യു ആർ പുട്ടിങ് യുവർ ജോബ് അറ്റ് സ്റ്റേക്ക്. നിങ്ങളുടെ ജോലി അവിടെ ഇട്ടിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. ഇതിലെവിടാണ് നിങ്ങൾക്കൊരു ഗുണമുണ്ടാകുന്നത്? നിങ്ങൾ ബേർഡൻ എന്തിനാണ് എടുത്തു വയ്ക്കുന്നത്? പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോ പറയാൻ അറിയില്ല. നിങ്ങൾക്ക് വളരെയധികം നന്മയുള്ളൊരു മനസ്സാണ്, പക്ഷേ ബൗണ്ടറി എവിടെ വയ്ക്കണം എന്നറിയാത്തതുകൊണ്ട് ടീം വർക്കുകളിലെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു എനർജിയാണ്. അവർ യൂസ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ യൂസ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ വഴിയെ പോയതിനെ പിടിച്ചു വലിച്ച് പണി വാങ്ങിക്കുക എന്ന് പറയുന്നത് പോലൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. എന്നിട്ട് മറ്റുള്ളവർ എന്നെ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഇട്ടിട്ട് പോകുന്നു, എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവരെനിക്കിങ്ങനെ ചെയ്യുമെന്ന്, ഇങ്ങനെ അവരിത്രയും എന്നെ ചീറ്റ് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ അത് ഏത് കാര്യത്തിലും. ആൻഡ് ഇവിടെ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വേണ്ട ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തികളാണ്. പക്ഷേ ഇമോഷൻസിനെ നിങ്ങൾക്ക് ഒരു തരത്തിലും മാനേജ് ചെയ്യാൻ അറിയില്ല. നിങ്ങൾ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണെന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ എപ്പോഴും നിൽക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ എന്നും എവിടെയൊക്കെയാണോ നിങ്ങളുള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് അതിനെ അങ്ങോട്ട് വിസിബിൾ ആക്കിയില്ലെങ്കിൽ നിങ്ങളെന്തോ തെറ്റ് ചെയ്തൊരു ഗിൽറ്റി കോൺഷ്യസ്നെസ്സാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ഒരു സ്പേസ് നിങ്ങൾ അവിടെ ഉറപ്പിക്കുകയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളുടെ വില കളയുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേർഡൻ തലയിലെടുത്ത് വയ്ക്കുക, ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ ഇരിക്കുക, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം നിങ്ങൾ ഈ ഒരു സമയം എടുക്കേണ്ടതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഒരു സൊല്യൂഷനായിട്ട് എടുക്കേണ്ടത് എന്താണ്? ടെമ്പറൻസ്. ഇതിലും വലിയൊരു കാർഡ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കാനില്ല. കാരണം ഇമോഷണൽ ബാലൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്.
നിങ്ങൾക്ക് സക്സസ് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. ആക്ച്വലി യു ആർ വെരി ലക്കി ടു ഹാവ് സക്സസ്. പക്ഷേ ഈ സക്സസ്സിനെ ആസ്വദിക്കാനും ഒന്നും നിങ്ങളുടെ ഉള്ളിലെ എനർജി കോൺസെൻട്രേറ്റഡ് അല്ല. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇഷ്യൂസും ഉള്ളവരാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന മേ ബി പാഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആർട്ട് ടാലൻറ്റ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ, മേ ബി നിങ്ങൾക്ക് ചില സീരീസ് കണ്ടുകൊണ്ടിരിക്കാനായിരിക്കും ഇഷ്ടം, മൂവീസ് കാണാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും കലകളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. ആ ഒരു പർട്ടിക്കുലർ കാര്യം പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാവുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് പുറത്തു പോവില്ല. അപ്പോൾ അതിൽ ഒരു ദിവസത്തിൻ്റെ ഒരു 1 hour എങ്കിലും നിങ്ങളുടെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. അത് നിങ്ങൾക്ക് എനർജിയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളിൽ നിന്ന് ഡ്രെയിൻഡായി പുറത്തു പോകുന്ന എനർജിയെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഇത് വളരെ ചെറിയൊരു എക്സസൈസ് ആണെങ്കിൽ പോലും ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പോലും ഇഷ്യൂസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഇവഞ്ച്വലി സാധിക്കും എന്നുള്ളതാണ്. അടുത്തത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഓക്കെ, ക്വീൻ ഓഫ് വാൻഡ്സ്. ഈ ക്വീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആസ് ദ വേർഡ് സൗണ്ട്സ്, അധികാരമുള്ള രാജ്ഞി എന്ന് തന്നെയാണ്. ആ അധികാരത്തിൻ്റെ ഒരു സിമ്പലാണ് ഈ ഒരു വാണ്ട്. യെസ്, ഐ ആം ഇൻ മൈ അതോറിറ്റി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തി ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ ഡിസ്ട്രാക്ഷൻസ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? അതായത് തൻ്റെ പ്രജകളെ ഫേസ് ചെയ്ത് കമാൻഡ് കൊടുക്കേണ്ട, നേരെ നോക്കേണ്ടതിന് പകരം സൈഡിലേക്ക് നോക്കിയിരിക്കുകയാണ്. ബിക്കോസ് അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു. ഈ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അവനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അങ്ങനെയുള്ള അൺവാണ്ടഡ് എനർജീസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സ്പെഷ്യലി വിത്ത് യുവർ മദർ. നിങ്ങളുടെ പ്രൈമറിലി ഫോക്കസിൽ നിന്നും ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കോൺവെർസേഷൻ, അല്ലെങ്കിൽ ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിൽ നിന്നൊക്കെ നിങ്ങളെ തന്നെ ഒന്ന് ഒഴിവാക്കി വയ്ക്കുക. ഈ ഒരു ബ്ലാക്ക് ക്യാറ്റ്, നമ്മൾ കരിമ്പൂച്ച, അത് നമ്മളെപ്പോഴും ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ ആയിട്ടാണ് ഇൻഡിക്കേഷൻസ് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് എല്ലാം ഇപ്പോഴും കൺട്രോൾഡ് ആണ്. മറ്റൊരാളുടെ ഇംഗിതത്തിനനുസരിച്ച് നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുകയാണ്. ആ ബുദ്ധി പറയുന്നതാണ് നിങ്ങൾ അനുസരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ അവിടെയാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടൊരു ഫിൽട്രേഷൻ നിങ്ങൾ എടുക്കുക. ഓറ പ്രൊട്ടക്ഷൻ ചെയ്യുക, ഓറ സ്ട്രെങ്തൻ ചെയ്യുക ആൻഡ് ലോക്ക് ചെയ്യുക. നിങ്ങളുടെ ഓറ എനർജി പുറത്തേക്കും പോകാൻ അനുവദിക്കാതിരിക്കുക. നെഗറ്റീവ് എനർജീസ് അകത്തേക്ക് നിങ്ങളിലേക്ക് കയറാനും അനുവദിക്കാതിരിക്കുക. ആൻഡ് ഈ ഒരു ഓറ പ്രൊട്ടക്ഷൻ, ഓറ ലോക്കിംഗ് ഒക്കെ ചെയ്യുന്നത്, നമ്മളിത് ഒരു പ്രെയർ പോലെയാണ്. കാര്യം ഇവഞ്ച്വലി നിങ്ങളിത് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി യുവർ സബ് കോൺഷ്യസ് മൈൻഡ് സെൻസ് ദാറ്റ് ദിസ് ഈസ് യുവർ പ്രെയർ. പ്രെയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതാണ്. ദിസ് ഈസ് വാട്ട് യു ആർ അട്രാക്റ്റിംഗ്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ ആ സ്ട്രെങ്ത് പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് വരും. സെൽഫ് അവെയർനെസ് ആൻഡ് സെൽഫ് കോൺഷ്യസ്നെസ് ആണ് ഇതിൽ അടിസ്ഥാനപരമായി വേണ്ടത്. പക്ഷെ അത് വേണമെന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ടതുപോലെ നിങ്ങൾക്കത് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രക്രിയകളിൽ കൂടെ അത് വളർത്തി എടുക്കുന്നത്. ഓക്കെ, ആൻഡ് വൺ മോർ കാർഡ്. ഹൈ പ്രീസ്റ്റസ്. യെസ്, നിങ്ങളുടെ സ്പിരിച്വൽ ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യുക. ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര ആൻഡ് യുവർ ക്രൗൺ ചക്ര. ഇൻറ്റ്യൂഷൻ ബേസിക്കലി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് യു ക്യാൻ സെൻസ് എവ്രിതിങ്. എല്ലാ എനർജികളും നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അങ്ങനെ സാധിക്കുന്ന ഒരു പവർ നിങ്ങൾക്കിപ്പോൾ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളതിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ പവർ ഉണ്ടാക്കിയെടുക്കണം. അതിന് നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കണം. ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്നത് വഴി
നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ ചക്രാസിലേക്കുള്ളൊരു ബാലൻസിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഗൈഡൻസ് പേഴ്സണലി ആവശ്യമാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ കൺസൾട്ടേഷൻസും പേഴ്സണൽ സൊല്യൂഷൻസും എല്ലാം അവൈലബിൾ ആണ്. ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ്, സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ഒക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതൊരു ഹീലിംഗ് ആണ്, നിങ്ങൾക്ക് എനർജി ബാലൻസിങ് ആണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്, സോൾ അവേക്കനിങ് ആണ്. ഇതൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ളൊരു റീഡിങ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ, ബൈ.